പിന്നെന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? ടിക്ടോക്ക് ഒക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ സ്കിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കുറെ പേര് എന്റെ വോയിസ് ടിക്ടോക്കിലൂടെ ഇതാക്കി അങ്ങനെ കുറെ പോപ്പുലാരിറ്റി. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നമുക്ക് അറിയാവുന്ന ഡെയിൻ ചേട്ടൻ ഇങ്ങനെ തിളങ്ങുമ്പോഴത്തേക്ക് മൂവി എന്റെ കുറച്ച് ഉള്ളില് കേറിയ ഒരു സിനിമയാണ്. അവള് ഭയങ്കര ഇഷ്ടാ. പ്രാർത്ഥിച്ചോളോട്ടാ. ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ ഒരുത്തം വന്ന് സലീം കുമാർ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിന്റെ അടുത്ത് ഈ വക ഡയലോഗ് അടിക്കുന്നവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കമന്റ്സ് എന്ത് വരും, എത്ര ആൾക്കാർ കാണും, സലീം വേണ്ട എങ്ങനെയായിരിക്കും എന്നോട് ഫീൽ ആവുക, ഇതൊന്നും ഞാൻ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഉണ്ടായിരുന്നോടത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണോ നമ്മുടെ പരിപാടി, നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരുമോ, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ജീവിക്കാൻ പറ്റുമോ? കാരണം ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി ഒക്കെ നമ്മുടെ ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്റെ വീട്ടിലും ഉണ്ട്.